നമസ്കാരം സുഹൃത്തുക്കളെ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു. കോൺഗ്രസ് 11,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷം നേടി വിജയമുറപ്പിച്ചു. പിണറായി സത്തിന്റെ ജനവിരുദ്ധ വികാരമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. PV അൻവർ ആകട്ടെ തനിക്ക് കിട്ടിയ ഈ 19,000-ലധികമുള്ള വോട്ട് പിണറായി സത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഈ വാർത്തകൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അത് പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ. 14 വർഷങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂരിൽ ചെങ്കോടി താഴ്ന്നിരിക്കുന്നത്. നിലമ്പൂർ LDFന്റെ മണ്ഡലമായിരുന്നു. അതെ, അത് ചരിത്രമായി മാറി. കോൺഗ്രസ് ആകട്ടെ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും അവർ എത്രത്തോളം ദുർബലരാണെന്ന് നമുക്കറിയാം. ഐക്യമില്ല, നല്ലൊരു നേതൃത്വമില്ല. എന്നിട്ടും നിലമ്പൂരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ MLA ആയിരുന്ന PV അൻവറിനെ പോലും അവർ കൂടെ കൂട്ടാതെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ മുൻനിർത്തി അവർ നല്ലൊരു വിജയം നേടിയെടുത്തു. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഈ വിജയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ അവർക്കിത് ഒരു ആശ്വാസവുമാണ്. എന്നാൽ LDFനെ എടുത്തു നോക്കിയാൽ അവർക്കാകട്ടെ ഇതൊരു നാണം കെട്ട തോൽവിയും. 2000 വോട്ടിന് ഷൗക്കത്ത് ജയിച്ചേക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തലിലെത്തിയിരുന്നു. 18,000 വോട്ട് PV അൻവർ നേടിയാൽ CPM ജയിക്കുമെന്ന് പക്ഷേ പിണറായി കരുതിയിരുന്നു. അൻവറിന് വോട്ട് കിട്ടുമെന്ന തിരിച്ചറിവിലാണ് CPM ജയപ്രതീക്ഷ വെച്ചത്. എന്നാൽ 19,000 വോട്ടിലധികം അൻവർ നേടിയിട്ടും 10,000-ൽ അധികം വോട്ടിന് ഷൗക്കത്ത് ജയിക്കുകയാണ്. നിലമ്പൂരിൽ ക്യാപ്റ്റനായി തിളങ്ങിയ പിണറായിക്ക് എല്ലാ അർത്ഥത്തിലും പിഴച്ചു. സത്യം പറഞ്ഞാൽ LDF എന്ന പാർട്ടി പേര് മാറ്റി അതിനു പകരം പിണറായി പാർട്ടി എന്ന പേര് കൊടുക്കേണ്ട അവസ്ഥ വരെയായി. മുഹമ്മദ് റിയാസും പിണറായി വിജയനും ചേർന്ന് ഖജനാവിനെ കുടുംബ സ്വത്താക്കി പ്രഖ്യാപിച്ച് അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതം കൊണ്ട് പാർട്ടിയെ ആകെ കുളം തോണ്ടി. അതാണ് ഇന്ന് നിലമ്പൂരിൽ കണ്ട വോട്ടിന്റെ ഗതിമാറ്റത്തിന്റെ കാരണം. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, 14 വർഷമായി LDF ഭരിച്ച മണ്ഡലത്തിൽ ശോഷിച്ച് തളർന്ന കോൺഗ്രസ് ഈ 11,000 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയം ഉറപ്പിക്കണമെങ്കിൽ അവിടെ പിന്നെ എന്ത് കാരണമാണുള്ളത്? പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിയായ നേതാവ് ഒറ്റൊരാൾ മാത്രമല്ല ഈ അവസ്ഥയ്ക്ക് കാരണം. VSന്റെ കാലത്ത് എത്ര നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയായിരുന്നു ഇത്. അന്ന് LDFനെ നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. അന്ന് വോട്ട് പ്രീണനമോ ഖജനാവ് കൊള്ളയോ ഒന്നും ഇവിടെ കേൾക്കേണ്ടി വന്നിരുന്നില്ല. പക്ഷെ ഇന്ന് നിലപാടുമില്ല, ജനങ്ങളോട് ആത്മാർത്ഥതയുമില്ല, ഒന്നുമില്ല. എന്തായാലും കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അതാണ് VS. അതിവിടെ പറയാതെ വയ്യ. അപ്പോൾ LDFന്റെ കാര്യം മാറ്റി വെച്ച് നമുക്കിനി UDFിലേക്ക് വരാം. ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നാൽ പതിവ് പോലെ തലക്കനം അങ്ങ് കയറും. അതായത് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇവർ ജയിച്ചതോടെ അപ്പോൾ ഇനി ഫൈനൽ പോരാട്ടത്തിന്റെ കാര്യം ഇവർക്ക് ഏതാണ്ട് ഉറപ്പായി. അപ്പോൾ ഇനി ആര് നയിക്കുമെന്ന കാര്യത്തിൽ ഇവിടെ തല്ലങ്ങ് തുടങ്ങും. അങ്ങനെ തല്ലുകൂടി കൂടി കൂടി ഒരു പൊട്ടിത്തെറിയാകും ഉണ്ടാവുക. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ പോലെ. അന്ന് സോളാർ കേസ് പൊക്കിക്കൊണ്ട് വന്ന് അദ്ദേഹത്തെ വലിച്ച് താഴെയിട്ട പോലെ ഇത്തവണ ഇവർ VD സതീശനെ ആയിരിക്കും ഒതുക്കാൻ പോകുന്നത്. കാരണം ഇത്തവണ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത് VD സതീശനാണ്. തരൂര് പോയി, സുധാകരൻ പോയി, ചെന്നിത്തലയും ഒതുങ്ങി. ആ നിലയ്ക്ക് സതീശനാണ് അടുത്ത സാധ്യതയുള്ളത്. അതുകൊണ്ട് ലക്ഷ്യം പുള്ളി തന്നെ ആയിരിക്കും. അപ്പൊ പിന്നെ LDFന് കാര്യങ്ങൾ നന്നായിട്ട് എളുപ്പമാകും. ചുരുക്കി പറഞ്ഞാൽ UDFന്റെ ശത്രു അവർ തന്നെയാണ്. LDFന് പിന്നെ AKG സെന്ററിൽ പിണറായി സഖാവ് പ്രഖ്യാപിക്കുന്നത് പോലെയാണല്ലോ കാര്യങ്ങൾ. അങ്ങനെയല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ നമ്മളിവിടെ LDFനെ കുറിച്ചും UDFനെ കുറിച്ചും സംസാരിച്ചു. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം അങ്ങനെ അവലോകനം ചെയ്തു. ഇനി നമുക്ക് അൻവറിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അൻവറിന് ഭൂരിഭാഗം ആളുകളും വിധിയെഴുതിയത് ഒരു 2,000 അല്ലെങ്കിൽ 3,000 വോട്ടുകളൊക്കെ ആയിരുന്നു. അവിടെ നിന്നും അൻവർ 19,000-ലധികം വോട്ടുകൾ നേടിയതോടെ അൻവറിന് തോൽവിയിലും മധുരമാണ് ലഭിച്ചത്. പക്ഷെ തോൽവി തന്നെയാണ്. എന്നാൽ അൻവറിനെ പാടി പുകഴ്ത്തിക്കൊണ്ട് റിപ്പോർട്ടർ ചാനലൊക്കെ തകർത്ത് വാരിയിരുന്നു കേട്ടോ. തോറ്റ തുന്നം പാടിയിട്ടും അൻവറിന്റെ റിപ്പോർട്ടറിൽ അരുൺകുമാറിന്റെ വക വലിയ ബിൽഡപ്പാണ് കിട്ടിയത്. അതിന് ഭാഗ്യം ചെയ്യണം. വേറെ എവിടെയും തോറ്റ് 3ാം സ്ഥാനത്തിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഇത്തരത്തിലൊരു ബിൽഡപ്പ് കിട്ടിക്കാണില്ല. അപ്പോൾ നമുക്കിനി അവസാനമായിട്ട് നമ്മുടെ NDA സ്ഥാനാർത്ഥിയിലേക്ക് കിടക്കാം. അവര് മുൻവർഷത്തെ പോലെ തന്നെ വോട്ട് നിർത്തി ഒരു മൂലക്കിരിക്കുന്നു. അപ്പൊ കൂടുതലൊന്നും അവരെ കുറിച്ച് പറയാനില്ല. അവർ ഈ ചിത്രത്തിലേ ഇല്ല. അപ്പോൾ ഇതാണ് നിലമ്പൂർ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നമ്മുടെ വിലയിരുത്തലുകൾ. നമ്മുടെ വിലയിരുത്തലുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഫലമായിരുന്നു ഇത്. എന്താണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? നിലമ്പൂരിലെ കാഴ്ച തന്നെ ആയിരിക്കുമോ അടുത്ത കൊല്ലം മുഴുവൻ കേരളത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ കുറിക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.